ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തെ രണ്ട് കഴുകന്മാരോട് ഉപമിച്ചിരിക്കുന്നു. ഒരു കഴുകൻ വളരെ വേഗതയിലും ഉയരത്തിലും പറക്കുന്ന കഴുകനാണ്. മറ്റൊരു കഴുകൻ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ വേഗത്തിൽ എത്തുവാൻ കഴിയുന്നില്ല. ഇവരെ ഉന്നം വെച്ച ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. വേഗത കൂടിയവനെ ഈ വേട്ടക്കാരൻ അമ്പെയ്ത് വീഴ്ത്തിയിരുന്നെങ്കിലെന്ന് വേഗത കുറഞ്ഞ കഴുകൻ അസൂയയോടെ ചിന്തിച്ചു. കൗശലക്കാരനായ വേട്ടക്കാരൻ വേഗത കുറഞ്ഞ കഴുകൻ കേൾക്കുവാനായി പറഞ്ഞു, എനിക്കൊരു തൂവൽ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അമ്പിനോട് ചേർത്ത് വെച്ച് വേഗതയുള്ള ആ കഴുകനെ എയ്തിട്ടേനെ. ഇതുകേട്ട് അസൂയക്കാരനായ ആ കഴുകൻ തൻ്റെ ചില തൂവലുകൾ കൊത്തിപ്പറിച്ചു കൊടുത്തു. വീണ്ടും വീണ്ടും കൂടുതൽ തൂവലുകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് വേട്ടക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നു. അസൂയയുള്ള ആ കഴുകൻ തൻ്റെ തൂവലുകൾ ഓരോന്നായി പറിച്ചിട്ടുകൊണ്ടിരുന്നു. തന്നേക്കാൾ വേഗത്തിൽ പറക്കുന്ന തൻ്റെ കൂട്ടുകാരനെ നശിപ്പിക്കുവാൻ കിട്ടിയ അവസരമെന്ന് ആ കഴുകൻ ചിന്തിച്ചു. ഒടുവിൽ അവൻ്റെ എല്ലാ തൂവലുകളും നഷ്ടമായി. ആ വേട്ടക്കാരൻ പരിഹാസത്തോടെ തൂവലുകളില്ലാത്ത കഴുകൻ്റെ അടുക്കൽ വന്നു. പറന്നകലുവാൻ ശ്രമിച്ചെങ്കിലും ആ കഴുകനെ വേട്ടക്കാരൻ നിസ്സാരമായി കൈക്കലാക്കി. ഇതാണ് അസൂയയും മത്സരവും നമുക്ക് ദാനം ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വേഗതയും ഉയർച്ചയും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം തിരിച്ചറിയണം. നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ പറക്കുവാൻ ശ്രമിക്കരുത്. ഈ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മിലും വേഗത്തിൽ ഒരുവൻ ജീവിതം നീക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ആ സമയം ദൈവിക വാഗ്ദത്തങ്ങളെ മറന്ന് വേഗതയേറിയവൻ്റെ മുന്നിൽ പറക്കുവാൻ ശ്രമിക്കും. അവിടെയാണ് നാം പരാജയപ്പെടുന്നത്. നമ്മുടെ യാത്രയിൽ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യരുത്. നമ്മെ രൂപകൽപ്പന ചെയ്ത കർത്താവിൻ്റെ അംഗീകാരമാണ് നമുക്ക് വേണ്ടത്. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.